ഡാ ഒരു നപ്പ് സാധനം കിട്ടിയിട്ടുണ്ട്. ഒരു 1000 രൂപയുടെ മദ്യം നമ്മൾ വാങ്ങുന്നു ഒരു കടയിൽ നിന്ന് വാങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിന്റെ നിർമ്മാണ ചെലവ് എത്ര വരും? അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. അതായത് 1000 എന്നുള്ളത് കുറച്ച് കേൾവിക്കാർക്ക് കുറച്ച് കൺജഷനായി പോകും. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. 1285 രൂപയ്ക്ക് MRP റേറ്റ് ഇട്ട് വാങ്ങുന്ന മദ്യത്തിന് അതിൻ്റെ നിർമ്മാതാവ് വിലയിട്ടിരിക്കുന്നത് ജസ്റ്റ് 100 രൂപയാണ്. എന്റെ ഈശ്വര, ഞാൻ എന്തായി കേൾക്കുന്നത്? ഒരു മദ്യനിർമ്മാതാവ് എന്നുള്ള നിലവിൽ 100 രൂപ കൊടുക്കുന്ന മദ്യമാണ് ഈ ഉപഭോക്താവ് 1285 രൂപയ്ക്ക് വാങ്ങുന്നത്. വിരോധാഭാസമാണ്. ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ലേ ലോനപ്പ. പക്ഷെ കുപ്പിയിലേക്ക് നോക്കുമ്പോ ഷാപ്പിലെ പണിക്കാർ, അവരുടെ കുടുംബം, ബന്ധുക്കൾ, ചെത്തൊഴിലാളികൾ, മുട്ട പുഴുങ്ങി വെക്കുന്ന സരള, അവരൊക്കെ കണ്ണീര് കുടിക്കാതിരിക്കാനാ ഞാനിത് കുടിക്കുന്ന. ഈ 100 രൂപക്ക് ഉണ്ടാക്കുന്ന മദ്യനിർമ്മാതാവിന് ഇത്രയും വലിയ ഫാക്ടറിയെല്ലാം കാണുമ്പോൾ നിങ്ങൾ തന്നെ ധരിക്കും, യെസ് ദേ വിൽ ബി ഏണിംഗ് വെരി ബിഗ്. സ്വാഭാവികം. ഇന്ന് കേരളത്തിൽ വിൽക്കുന്ന ഒരു കേസ് എന്ന് വെച്ചാൽ 12 കുപ്പിയുടെ ഒരു കേസ് വിൽപ്പന നടക്കുമ്പോൾ ആ വിൽപ്പനയിൽ നിന്നും മദ്യനിർമ്മാതാവിന് കിട്ടുന്നത് 25 രൂപക്കും 50 രൂപക്കും മാക്സിമം 100 രൂപക്കും ആണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇത് വിശ്വാസയോഗ്യതയല്ല. എന്റെ അന്നം മുട്ടും, അല്ലെങ്കിൽ ഈ കിട്ടുന്ന ശമ്പളം കൊണ്ട് എന്താവാനാ? ഇത്രയും ടാക്സ് കൊടുക്കുന്ന ഒരു ജനത എന്ന് വെച്ചാൽ മദ്യപാനികൾ, അത്രയും ടാക്സ് ഞാനും നിങ്ങളും കൊടുക്കുന്നില്ല. ഈ കട്ട തിന്നതിന്റെ രുചി ഒന്ന് വേറെ തന്നെയാണല്ലേ. ഒരു കൽപ്പണിക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ജസ്റ്റ് 1000 രൂപയ്ക്ക് ജോലി ചെയ്യുന്നു. അവൻ ജോലിയും കഴിഞ്ഞ് പോയിട്ട് 300 രൂപക്ക് കള്ളുടിക്കുന്നു. 300 രൂപക്ക് കള്ളുടിക്കുമ്പോൾ 270 രൂപ ഗവൺമെന്റ് ടാക്സ് ആയിട്ട് വാങ്ങുന്നു. അപ്പൊ ഇവന്മാര് കൊള്ളക്കാരാണോ? കൊള്ളക്കാരെക്കാളും കഷ്ടാണമ്മേ. എന്ന് വെച്ചാൽ 27% പെർ ഡേ. ഇത്രയും ടാക്സ് കൊടുക്കുന്ന ഒരു വ്യക്തികളെ നിങ്ങൾക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് പറയാൻ പറ്റുമോ? രക്തം ഊറ്റി കൊടുക്കുന്നേനാ. അത് പിന്നെ കൊതുക് കുടിക്കില്ലേ? അത് ഇച്ചിരി ഇച്ചിരി അല്ലേ. കൊതുക് ഇച്ചിരി ഇച്ചിരി കുടിക്കും, ഇത് ഒറ്റയടിക്ക് ഒത്തിരി കുടിക്കും. എന്നാൽ നിങ്ങൾ വേറൊരു വിരോധാഭാസം ശ്രദ്ധിക്കണം. ഇത്രയും ടാക്സ് കൊടുക്കുന്ന വ്യക്തികൾ 1 കിലോമീറ്റർ ക്യൂവിൽ നിൽക്കുന്നു. ഇതായിട്ട് അയ്യോ പാവങ്ങൾ വെറും പിച്ചക്കാരെ പോലെയല്ലേ റോഡിൽ നിന്ന് വാങ്ങുന്നത്. അനുഭവിക്കണ്ടൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ നാരായണ. ഈ കൊടിയന്മാരെയൊക്കെ ഒരു ഗതികേട്. ഇത്രയും ടാക്സ് കൊടുക്കുന്ന വ്യക്തികൾക്ക് ഒരു മാന്യത കൊടുക്കണ്ടേ? ഏതെങ്കിലും നിങ്ങൾക്ക് ഇവിടുത്തെ കേരള ഗവൺമെന്റ് ഏതെങ്കിലും ഒരു കടക്ക് അതിന്റെ സ്റ്റെബിലിറ്റി കൊടുത്തണ്ട? എന്റെ 16 അടിയന്തരം കണ്ടിട്ടേ നീ പോകുള്ളൂല്ലേ? ഈ ഡിസ്റ്റിലറിയുടെ ഉടമ ഇങ്ങനെ പറയാൻ ഡിസ്റ്റിലറിയുടെ ഉടമ എന്നുള്ളതിനോടൊപ്പം തന്നെ ഞാനൊരു മനുഷ്യനും കൂടിയാ. എന്ത് തങ്കപ്പെട്ട മനുഷ്യൻ, അതും ഈ തണുപ്പത്ത്. ഇത് നമുക്ക് ഗവൺമെന്റിനോട് ചോദിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്നറിയാം? ഗവൺമെന്റ് നിലനിൽക്കുന്ന ഈ ടാക്സിലാ. നീ തന്നെ എന്നോട് ചെയ്യണോടാ.